എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ എല്ലാ വിഷയങ്ങളോടും ആശയപരമായിട്ട് പ്രത്യേകിച്ചും ഞാനൊരു പക്ഷേ യോജിക്കുന്നുണ്ടാവില്ലായിരിക്കാം. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ യാത്രയെക്കുറിച്ച് പറയുമ്പോഴേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ചില വാചകങ്ങളോടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിലൂടെ അദ്ദേഹം മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വാക്യം അദ്ദേഹത്തിൻ്റെ കേരള യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സമയത്ത് എൻ്റെ ചിന്തകൾ ഒരുപാട് കടന്നുപോയി. കാരണം ഇന്നത്തെ മനുഷ്യ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം ഇന്ന് മനുഷ്യത്വം എന്തുകൊണ്ടും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മനുഷ്യത്വം നശിക്കുന്നു, ഫാസിസത്തിൻ്റെ മറ്റ് കരങ്ങൾ, എവിടെയും ഒരു മനുഷ്യത്വമില്ലാത്ത നിലപാടിലൂടെ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറെ അവശനായിട്ടും അദ്ദേഹത്തിൻ്റെ ശാരീരിക സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടും അദ്ദേഹം ഏറെ ദിവസം ഹോസ്പിറ്റലായിട്ടും അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ആയിട്ടും അദ്ദേഹം തന്നെ ഈ ഒരു മനുഷ്യർക്കൊപ്പം എന്നുള്ള വാക്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് കേരള യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ അഭിനന്ദിക്കേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടോ അദ്ദേഹത്തിൻ്റെ ചില ചിന്താഗതികളോടോ ഒന്നും യോജിച്ചെന്ന് വരില്ല. പക്ഷേ എന്നിരുന്നാലും മനുഷ്യൻ എന്നുള്ളൊരു ഗണത്തിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ അദ്ദേഹം ഇത്തരം ഒരു വാക്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേ ഏറെ പ്രശംസനീയർഹമാണ്. കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ മനുഷ്യത്വം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു മതനേതാവ് തന്നെ മനുഷ്യർക്ക് വേണ്ടി എന്നുള്ള ഒരു വാചകത്തോടെ എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ പ്രസ്ഥാനക്കാർക്കോ അല്ലെങ്കിൽ ഇന്ന മതക്കാർക്കോ ഇന്ന ജാതിക്കാർക്കോ വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടി എന്ന് അദ്ദേഹം പറയുമ്പോഴേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തള്ളിക്കളയാവുന്നതല്ല. കാരണം പലർക്കും ആശയപരമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ പല സാഹചര്യം കൊണ്ടും അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏറെ അവശനായിട്ടും ശാരീരിക പ്രയാസങ്ങളുണ്ടായിട്ടും അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത വളരെ പ്രശംസനീയാർഹമാണ്. സുന്നികളിൽ തന്നെ എ.പി. സുന്നി, ഇ.കെ. സുന്നി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ അടുത്ത് കുറച്ച് മുന്നേ ആയിട്ട് ഇ.കെ. സുന്നിയിലെ സമസ്ത വിഭാഗം ഒരു കേരള യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു നിഗമനം എത്രമാത്രം ശരിയാണെന്ന് ഞാൻ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇതേക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അത്തരം ഒരു യാത്ര കൊണ്ട് ഇ.കെ. സുന്നി ഉണ്ടാക്കിയ ഒരു ചലനത്തേക്കാൾ എത്രയോ 10 മടങ്ങ് ചലനമാണ് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഈ യാത്ര കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി എന്നുള്ള വാക്യം ഉപയോഗിക്കുമ്പോഴേ ഏറെ പ്രസക്തവും ഏറെ അനുയോജിച്ചതുമാണ് എന്ന് പറയാതെ വയ്യ. പലപ്പോഴും ഇത്തരം ചർച്ചാ വിഷയങ്ങൾ എ.പി. ആണെങ്കിലും ഇ.കെ. ആണെങ്കിലും ഇവരൊക്കെ പല വിഷയങ്ങളിലും പലപ്പോഴും ചർച്ചാ വിഷയങ്ങൾ പലപ്പോഴും ഹറാമും ഹലാലും, ചില കാര്യങ്ങൾ ചെയ്യാത്തത് ഹറാമാണോ, ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഹലാലാണോ എന്ന ചർച്ചാ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടെങ്കിലും മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായൊരു മുഖത്തോടെ ഇദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഏറെ മനുഷ്യർക്കൊക്കെ അനുകൂലിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടോ അദ്ദേഹത്തിൻ്റെ ഇതിനോടോ ഞാൻ ഒരു പക്ഷേ യോജിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈയിടെ എന്നല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും നിമിഷപ്രിയയുടെ വിഷയവുമായി അദ്ദേഹം ഇടപെട്ട സാഹചര്യങ്ങൾ. അതേക്കുറിച്ച് അനുകൂലിച്ചു കൊണ്ടും പ്രതികൂലിച്ചു കൊണ്ടും പലരും വന്നിട്ടുണ്ടെങ്കിലും ചില മുസ്ലിം സമുദായത്തിലുള്ള നമ്മളുടെ ചില ആളുകൾ തന്നെ, ചില മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ചില ആളുകളെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എ.പി. എന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് മാത്രം അതിനെ എതിർത്തുകൊണ്ടും നിന്ന ചില ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം അദ്ദേഹം മനുഷ്യൻ എന്നൊരു വില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത മനുഷ്യർക്ക് വേണ്ടി എന്നുള്ള യാത്രയിലേക്ക് നീളുമ്പോഴേ വളരെ ഏറെ പ്രസക്തമാണ്.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴേ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന നന്മയുടെ ചില വശങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ വലിയ കണക്ഷൻസുകൾ നമ്മൾ ഒരിക്കലും പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് പോലും ഇല്ലാത്ത അത്രയും വലിയ ബന്ധങ്ങളും വലിയ ആത്മബന്ധങ്ങളും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും ആ സാഹചര്യങ്ങൾ കൊണ്ട് ഏറെ മനുഷ്യർക്ക് അദ്ദേഹം നേട്ടം നേടിക്കൊടുക്കാൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു വലിയ ഒരു സ്ഥാനത്തോ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാരെക്കാൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ആശയപരമായിട്ടോ അത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള പല പ്രവർത്തനങ്ങളും പക്ഷേ നമ്മുടെ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ പോലും മാറി നിന്ന് പോവും എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു നോളജ് സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രയത്നങ്ങളും ആ ഒരു വലിയ ഡ്രീം അദ്ദേഹം എത്തിപ്പെട്ടതും. അദ്ദേഹത്തിൻ്റെ അത്രയും വലിയൊരു സ്വപ്നം, കാരണം ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി അദ്ദേഹം ഒരുപാട് ആളുകളെ വിദ്യാസമ്പന്നരാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ബുദ്ധിയുള്ള മനുഷ്യരെ ഏകീകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ കഴിയാത്ത, അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അത്രയ്ക്കും പക്വതയുള്ള ബുദ്ധിയാണ് ആ കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചത്. കാരണം നോളജ് സിറ്റിയെ പോലെയുള്ള ഒരു പ്രൊജക്റ്റ് പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റുകൾ പോലും ഗവൺമെൻറ്റിലെ അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയ തലപ്പത്തുള്ള ആളുകൾ തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രയും വലിയ അറിവിൻ്റെ മുന്നേറ്റമാണ് നോളജ് സിറ്റിയിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ചില ഇടങ്ങളിലൊക്കെ സുന്നിയിൽ ചില ആളുകൾ ഇവിടെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും വലിയ കാരണം എപ്പോഴും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഏതൊരു സാഹചര്യത്തിനും ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ ഐക്യം. പക്ഷേ അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു ഐക്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു ഐക്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ അവർ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പക്ഷേ ഇത് പറയുമ്പോൾ ഞാനൊരു APയുടെയോ അല്ലെങ്കിൽ EKയുടെയോ സുന്നിയുടെയോ അത്തരത്തിൽ മുജാഹിദോ ജമാഅത്തോ എനിക്ക് അത്തരത്തിൽ ഒന്നിനെയും ഞാൻ ഇതാക്കിക്കൊണ്ട് പറയുകയല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഏറെ പ്രസക്തമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതേസമയം ഇപ്പോഴും ക്യാമറ ഹറാമാണെന്നും ക്യാമറ ഹലാലാണെന്നും എന്നുള്ള ഉടനീളം കല്യാണ ചർച്ചകൾ അത് വേറെ ഒരു വശത്ത് നടക്കുന്നു. അതേസമയം ചില മനുഷ്യർ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ പേരിൽ ആ സമൂഹത്തെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇസ്ലാമിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം. അതേസമയം APയിൽ തന്നെ ഇപ്പോഴും സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ചില മനുഷ്യരും ഉണ്ട്. കാരണം അത് അവരുടെ ആശയത്തിൻ്റെ അല്ലെങ്കിൽ അവരെ ചിന്തിക്കുന്ന ചിന്താഗതിയുടെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അതിലൊക്കെ ഏറെ ഉപരി അത്തരം വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചില മനുഷ്യരും ഈ ലോകത്ത് ചില പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും സ്വപ്ന ലോകത്ത് മാത്രമായിട്ട് ജീവിക്കുന്ന ചില മനുഷ്യരും ഈ ലോകത്ത് ഉണ്ടെങ്കിലും ഇപ്പോഴും അന്ധവിശ്വാസങ്ങളോടും അത്തരം കാര്യങ്ങളോടും അനുകൂലിച്ചു കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുന്ന ആശയവും കൂടെ ഉൾപ്പെടുത്തുമ്പോഴേ ഏറെ മധുര മനോഹരമാണ്. ചില അന്ധവിശ്വാസങ്ങളും അത്തരം സാഹചര്യങ്ങളോടും ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴേ AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയെടുത്തൊരു ഇൻഫ്ലുവൻസിങ് പവറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കൾട്ട് ബ്രാൻഡിങ് എന്ന് തന്നെ അതേക്കുറിച്ച് പറയാം. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മുസ്ലിയാരിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹം ചെയ്ത നന്മയിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള കഴിവുകളാണ് എന്ന് തന്നെ പറയാം. എല്ലാവരും വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും
മതപരമായിട്ടുള്ള പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്തിച്ചർച്ചകളും വാഗ്വാദങ്ങളും നടത്തുമ്പോഴേ എ.പി. അബൂബക്കർ മുസ്ലിയാർ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹം അത്തരം ചർച്ചകൾക്കിടയിലും ഏറെ പ്രസക്തമായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം ഒരു വലിയ ഇൻഫ്ലുവൻസിങ് പവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹത്തിന് ചെയ്ത ഇൻഫ്ലുവൻസിങ് പവറും അദ്ദേഹം ചെയ്ത മാനുഷിക കാര്യങ്ങളും ആണ് എന്നുള്ളത് ആണ് യഥാർത്ഥത്തിൽ നമ്മോടൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നും ഏറെ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹം ഒരു മുസ്ലിയാരിൽ നിന്നും ഇപ്പോഴും ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പദവിയിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിന് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ വലിയ രാഷ്ട്രത്തലവന്മാരോടുള്ള ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഐക്യത്തിൻ്റെയും ഒരു ഏകീകൃതയുടെയും മാറ്റം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം അദ്ദേഹം ടീമിൽ ഉണ്ടാക്കിയെടുത്തൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലീഡർഷിപ്പും ഏറെ വ്യത്യസ്തമാണ്. കാരണം ഏറ്റവും നല്ല തലയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുകയും തലയിലൂടെ ഏറ്റവും എങ്ങനെ ഒരു പ്രോജക്റ്റ് ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുകൂടെയുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നോളജ് സിറ്റി തന്നെയാണ്. ഞാനൊരിക്കലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തെയോ മാറ്റിയിട്ടോ ഞാൻ സംസാരിക്കുകയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കേരളയാത്ര ഇ.കെ. സമസ്ത വിഭാഗവും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറെ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും എ.പി. അതിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അദ്ദേഹം ഓരോ മനുഷ്യരെയും സംസാരിക്കുന്നതും ഒരിക്കലും എവിടെയും പ്രസ്ഥാനത്തെ സംസാരിച്ചു കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ. പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യത്വം നിലച്ചു എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യ സത്യമാണ്. അതിനൊക്കെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു എ.പി. അബൂബക്കർ മുസ്ലിയാർ നമുക്ക് നൽകുന്ന ഈ ഒരു യാത്രയുടെ മറ്റൊരു അർത്ഥവത്തായിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതിഫലനം എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലും എ.പിയും ഇ.കെയും തമ്മിൽ എന്തുകൊണ്ട് ഒന്നിച്ചുകൂടാ എന്നും എന്തുകൊണ്ട് ഒന്നിക്കരുത് എന്നും ഏറെ ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും മൈൻഡ് ചെയ്യാതെ ഈ എ.പി. അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർക്കൊപ്പം എന്നുള്ള വാക്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളോ ഇത്തരം ചർച്ചകളിലൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം നമ്മോട് കാണിക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോഴും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളോടോ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യഥാർത്ഥത്തിൽ ഇ.കെ. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാഹചര്യങ്ങളും ഒരുപാട് നല്ല ചരിത്ര ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിട്ട് പോലും ഇ.കെ. സുന്നി വിഭാഗത്തിന് ഒരിക്കലും അതൊന്നും നേടിയെടുക്കാനോ അതൊന്നും ഇത്തരത്തിൽ ഒരു നല്ല സാഹചര്യങ്ങളിലൂടെ ഒരു വലിയ നേതൃത്വത്തെയോ അതല്ലെങ്കിൽ ഒരു വലിയ സാഹചര്യത്തെയോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് പലരും പല കാര്യങ്ങളും പറയാനും പല ചിന്താഗതിയുള്ളവരും അവരിൽ ഇ.കെ. വിഭാഗത്തിൽ ഉണ്ടായിട്ടും ഒരിക്കലും അതൊന്നും ജനങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ, കാരണം കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള അത്തരത്തിൽ ഒരുപാട് എനിക്ക് അറിയുന്ന ചില വ്യക്തികളിൽ നിന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം അത്തരത്തിൽ ഒരുപാട് നല്ല നല്ല തങ്ങൾ വിഭാഗത്തിൻ്റെയും ഇതിൻ്റെ ഒക്കെ പിന്തുണയുള്ള ഒരു ഇ.കെ. സമസ്ത വിഭാഗമായിട്ട് പോലും അതൊന്നും വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനോ അതിലൂടെ വളരെ വലിയ ഒരു സോഷ്യൽ ആയിട്ട് ജനങ്ങളെ വാർത്തെടുത്ത് ഒരു വലിയ ഐക്യം, ഒരു വലിയ വിഭാഗത്തെ, അതല്ലെങ്കിൽ ഇന്ന് എ.പി. ഉണ്ടാക്കിയെടുത്ത ഇത്രയും വലിയൊരു ജനസാഗരത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ മുൻകാല ഏറ്റവും
പുണ്യവാന്മാരായിട്ടുള്ള നേതൃത്വത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ല. പലപ്പോഴും സ്വന്തം സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ചില സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ വിഭാഗത്തെ ഇത്തരത്തിൽ ശിഥിലമാക്കുകയും പലപ്പോഴും ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരം സാഹചര്യങ്ങളിൽ തമ്മിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തങ്ങൾ വിഭാഗത്തെ പോലെയുള്ള തങ്ങൾ കുടുംബം ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു നിഷ്പക്ഷമായ യാഥാർത്ഥ്യം. ഇവിടെ യാത്ര മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന യാത്രയിലേക്ക് പോകുമ്പോഴേ നമ്മളൊക്കെ ഏറെ ചിന്തിക്കേണ്ടയും നമ്മൾ ആശയപരമായിട്ടും പല വിധത്തിലും അദ്ദേഹത്തോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇത്തരം യാത്രകൾ മനുഷ്യർക്കൊപ്പം എന്നുള്ളതിനെ വീണ്ടും വിളിച്ചോതുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടട്ടെ. പല സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഇന്നത്തെ മനുഷ്യ സാഹചര്യങ്ങളിൽ ഏറെ വെളിച്ചമേകാൻ ഒരു പക്ഷേ ഇത്തരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൻ്റെ യാത്രക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വീഡിയോ കുറിച്ച് അഭിപ്രായം കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരണം.